everyone, welcome to my channel. Okay, so ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വെർമിസെല്ലി അതായത് സേമിയ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, സോ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെർമിസെല്ലി എന്ന് പറയുന്നത് ഈ ഒരു വെർമിസെല്ലിയാണ്. റോസ്റ്റഡ് ആണ് ഓൾറെഡി. സോ എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ വെർമിസെല്ലി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗീയിലൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ പാൻ ചൂടായി വന്നപ്പം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി, കൂടുതലായിട്ട് ചെയ്യേണ്ട. കാരണം ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓക്കെ, സോ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ച് ബൗളിലിടാം. ഇനി സെയിം പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിസ്ത, കിസ്മിസ്, കാഷ്യൂ, ബദാം ഒക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് നട്ട്സ് മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്യാനാണ്. ഇനി സെയിം പാനിലോട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച വെർമിസെല്ലി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം. കുറച്ച് വെള്ളം ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, സോ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിക്കാൻ. അതേ മൊത്തം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇപ്പോൾ എടുത്ത കപ്പിൻ്റെ ഒരു ഭാഗം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ നമ്മളിതിൽ ഷുഗർ ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റിനനുസരിച്ചിട്ട് ഷുഗർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഷുഗർ ഇട്ട് കൊടുത്തിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാർഡമം പൗഡർ ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ഒന്ന് മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഇതായിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റാം. സോ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഫൈനൽ ലുക്ക്. ഓക്കെ, ഇതാണ് നമ്മൾ സേമിയ അല്ലെങ്കിൽ വെർമിസെല്ലി വെച്ചിട്ടുണ്ടാക്കിയ ഒരു സ്വീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അല്ലേ. സ്പൂൺ എടുത്തു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. Okay, thank you so much for watching. Bye.